അമേരിക്കയിലെ കൊടും തണുപ്പ് ഷിക്കാഗോ നഗരത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഷിക്കാഗോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് നിന്ന് ഷാജു കണ്ണമ്പിള്ളി നൽകിയ റിപ്പോർട്ടിലേക്ക്. ഷിക്കാഗോ നഗരം ഇന്ന് അതീവ ശൈത്യത്തിൽ ആണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ ശൈത്യകാലത്തെ ഷിക്കാഗോയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് -19 ഡിഗ്രി എന്ന നിലയിലേക്ക് താഴ്ന്നിരിക്കുന്നത്. അതായത് വിൻഡി സിറ്റി എന്ന ഷിക്കാഗോയിലെ വിൻഡ് അഥവാ കാറ്റ് അടിക്കുന്നത് -50 ഡിഗ്രിയിലാണ്. എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലും അന്റാർട്ടിക്കയിലെയും തണുപ്പിനേക്കാൾ താഴത്തേക്ക് ഈ ശൈത്യം എത്തിയിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ് പ്രകാരം ആളുകൾ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. മലയാളികൾ തിങ്ങി വസിക്കുന്ന ഈ ഷിക്കാഗോ നഗരത്തിൽ എയർപോർട്ട് 1 മിനിറ്റിന് 3-ലധികം വിമാനങ്ങൾ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന ഈ എയർപോർട്ട് പോലും അടയ്ക്കാതെ മുൻകരുതലുകളോട് ഏതാനും സർവീസുകൾ മാത്രം നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ സ്കൂളുകളും സർക്കാർ ഓഫീസുകളും ബാങ്കുകളും എല്ലാം ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ റോഡുകളും ഇത് ഇന്റർനാഷണൽ എയർപോർട്ടിന് മുൻവശമാണ് ഇപ്പോൾ നോക്കുന്നത്. ഈ റോഡുകൾ വളരെ ബിസിയാണ്. എങ്കിലും ഒരുപാട് ആളുകൾ ഭവനങ്ങളിൽ ഉള്ളിലാണ്. ഹോസ്പിറ്റലുകൾ തുറന്നു പ്രവർത്തിക്കുന്നു. ഹോസ്പിറ്റലുകളിലെ ജോലിക്കാർക്ക് ഭക്ഷണവും താമസവും അധികൃതർ അവിടെ തന്നെ ക്രമീകരിച്ചുകൊണ്ടാണ് ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഷിക്കാഗോയിൽ നിന്നും ഈ അതീവ പുതിയ റെക്കോർഡ് ശൈത്യത്തിൻ്റെ മുൻവശത്ത് നിന്നും ഷാജു കണ്ണമ്പള്ളി റിപ്പോർട്ടർ.